ക്രീച്ചർ കമാൻഡോസ് ഡി സിയുടെ ഏറ്റവും പുതിയ സീരീസാണ്. 2 എപ്പിസോഡ് മാത്രമേ ഈ സീരീസിൽ റിലീസായിട്ടുള്ളൂ. 7 എപ്പിസോഡുള്ള ഒരു സീരീസിൻ്റെ ആദ്യത്തെ 2 എപ്പിസോഡുകളാണ് ഇപ്പം റിലീസായിട്ടുള്ളത്. എന്താണ് ഈ ഒരു സീരീസിന് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡി സിയുടെ ന്യൂ ഫേസിൽ ഇറങ്ങുന്ന ആദ്യത്തെ പ്രോജക്റ്റ്, അതായത് നമ്മുടെ ജെയിംസ് ഗൺ അണ്ണൻ തള്ളി മറിച്ചിരിക്കുന്ന ഡി സി ഉണ്ടല്ലോ, ആ ഒരു ഡി സിയിലെ ആദ്യത്തെ പ്രോജക്റ്റാണ് റീസ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ സീരീസ്. ഇനി അറിയാം എന്താണ് ഡി സി എന്നുള്ളത്. ഈ ഒരു സീരീസിൻ്റെ ആദ്യത്തെ 2 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പം ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ലൈക്ക് ചെയ്തിരിക്കുന്ന സ്റ്റോറി ലൈൻ കൊള്ളാം, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓക്കെ. 18+ സ്റ്റോറിയാണ്, 18+ കണ്ടൻറ്റാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പം ഡി സി അറിയാവുന്നതാണ്. ഡി സി കുറച്ച് അടട്ടുള്ളി കണ്ടൻറ്റുകളാണ് കാണിക്കുന്നത്. പക്ഷേ അത് അനിമേറ്റഡായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീരീസിന് എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് ജെയിംസ് ഗണ്ണിനാണ്. കാരണം സ്റ്റോറി എഴുതിയിരിക്കുന്നത് ജെയിംസ് ഗണ്ണാണ്. ജെയിംസ് ഗണ്ണാണ് ഈ ഒരു സീരീസിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും അപ്പം ഫ്ലോപ്പ് ആയാലും ജെയിംസ് ഗണ്ണിൻ്റെ തലയിലിരിക്കും. പിന്നെ പുള്ളിക്കാരൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള സാധനമാണ്. പക്ഷേ ആദ്യത്തെ 2 എപ്പിസോഡ് കൊള്ളാം. അപ്പം സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ അമാൻഡ വാളർ ഉണ്ടല്ലോ, സൂയിസൈഡ് സ്ക്വാഡിൻ്റെ ഹെഡായിട്ടുള്ള പുള്ളിക്കാരി തന്നെ ഒരു പുതിയ സ്ക്വാഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ഹ്യൂമൻ വില്ലൻസിനെ വെച്ചിട്ട് ഇതുപോലുള്ള മിഷൻസ് പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നോൺ ഹ്യൂമനായിട്ടുള്ള കുറച്ച് വില്ലന്മാരെ കൊണ്ടുവന്നിട്ട് ഈ സെയിം സാധനം തന്നെ സൂയിസൈഡ് സ്ക്വാഡിൻ്റെ ഒരു നോൺ ഹ്യൂമൻ വേർഷനായിട്ട് ഇവരൊരു മിഷന് പോകുന്നതും അവിടെ ഉണ്ടാകുന്ന കുറച്ച് മെസ്സപ്പ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീരീസിൽ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ 2 എപ്പിസോഡിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇപ്പം കാണിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഒരു ക്യാരക്ടറുകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും ഒക്കെ, ഈവൻ ആ ഒരു ബ്രൈഡ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയൊക്കെ കാണിക്കുന്നത് നന്നായിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 2 എപ്പിസോഡിൽ ഞാൻ ഇമ്പ്രസ്ഡ് ആണ്. 7 എപ്പിസോഡാണ്. ഇനി വരുന്ന ഓരോ വീക്കിലും ഓരോ എപ്പിസോഡ് വെച്ചിട്ടായിരിക്കും റിലീസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു സൂപ്പർമാൻ റിലീസ് ആയെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ ന്യൂ ഡി സിയെ പറ്റിയിട്ട്. ഇത് ജസ്റ്റ് ഒരു അനിമേറ്റഡ് സീരീസാണ്, പക്ഷേ ഇത് കൊള്ളാം. അപ്പം ഇനി എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ ഒരു ഫൈനൽ റിവ്യൂ വരുന്ന സമയത്തേ പറയാൻ പറ്റുള്ളൂ. ആദ്യത്തെ 2 എപ്പിസോഡ് നന്നായിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ പറയുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഗൈസ്.